എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ രൂപ 91 കടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടല്ല, ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വിനിമയ നിരക്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഡോളറുമായിട്ട് മാത്രമല്ല മറ്റുള്ള ഇന്റർനാഷണൽ കറൻസികളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഒരു വർഷം കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടും ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഏകദേശം 6-7% മുതൽക്ക് 10-15-20% വരെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂറോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20%-ന്റെ മുകളിലാണ് ഇന്ത്യൻ രൂപയുടെ വാല്യൂ താഴോട്ട് വന്നിട്ടുള്ളത്. സോ ദിർഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഏകദേശം 6-7% ഇന്ത്യൻ രൂപയുടെ വാല്യൂ താഴോട്ട് വന്നിട്ടുള്ളത്. 24.73 ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ രൂപയുടെ ദിർഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള എക്സ്ചേഞ്ച് റേറ്റ്. സോ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോന്റെ ഫോളോ അപ്പ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇന്ത്യൻ രൂപയുടെ ദിർഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള എക്സ്ചേഞ്ച് റേറ്റ് 23.11 ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ എപ്പോഴും ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കലി താഴോട്ട് തന്നെയാണ്. അല്ലെ, ആനുവലി ഓൺ ആവറേജ് ഒരു 3-4% എപ്പോഴും ഇന്ത്യൻ രൂപ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് മാത്രമല്ല, കഴിഞ്ഞൊരു 20-30-50 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ രൂപ ഡോളറുമായിട്ട് താഴോട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, NRI ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ക്യാഷ് ഇന്ത്യക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പകരം നമ്മൾ $US ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്തുണ്ടാക്കുന്ന ക്യാഷ് ഇന്ത്യയിലോട്ട് അയച്ചിട്ട് INR ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ്, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ ബാങ്കുകളിൽ FD ഇടുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ, ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി പോലുള്ള നിഫ്റ്റിയുടെ ETF മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. പകരം നമ്മൾ US ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ അത്തരത്തിലുള്ള US ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയും US S&P ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 ആയിട്ടുള്ളൊരു കമ്പാരിസണും ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും ഒരു കൺഫ്യൂഷനാണ് ഉള്ളത് എന്നുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ മാത്രമല്ല, കഴിഞ്ഞൊരു 3-5-10 വർഷമായിട്ടുള്ള US സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അതായത് ഈ ഒരു INR ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയൊരു മിസ്റ്റേക്കാണ് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇന്ത്യക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ കഴിഞ്ഞ വർഷത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലെ ബെഞ്ച് മാർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള S&Pയും ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഡേറ്റ പരിശോധിച്ചുകൊണ്ട് S&P 500ഉം നാസ്ഡാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി എത്രമാത്രം വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു എക്സൽ ഷീറ്റിലെ ഈ ഒരു ഏറ്റവും ടോപ്പിലുള്ള ടേബിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇപ്പം നിലവിൽ S&P 500ന്റെ വാല്യൂ, നാസ്ഡാക്കിന്റെ നിഫ്റ്റിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1 ഇയർ മുന്നേ ഈ ഇൻഡെക്സുകളുടെ വാല്യൂ, 3 വർഷം മുന്നേ ഈ ഒരു ഇൻഡെക്സിന്റെ വാല്യൂ, 5 വർഷം മുന്നേ, 10 വർഷം മുന്നേ ഈ ഒരു ഇൻഡെക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 1 വർഷത്തെയും 3 വർഷത്തെയും 5 വർഷത്തെയും 10 വർഷത്തെയും റിട്ടേണും നിങ്ങൾക്ക് ഇവിടെ അബ്സല്യൂട്ട് റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ടേബിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നാസ്ഡാക്ക് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ളത്. അല്ലെ, അതായത് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് നാസ്ഡാക്ക് കൂടിയിരിക്കുന്നത് 13%, 3 വർഷം കൊണ്ട് കൂടിയിരിക്കുന്നത് 123% ആണ്. 5 വർഷത്തെ റിട്ടേൺ 97%, 10 ഇയർ റിട്ടേൺ 437%. ഇനി S&P 500 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് 12% കൂടി, 3 വർഷം കൊണ്ട് 77% കൂടി, 5 വർഷം കൊണ്ട് 84% കൂടി, 10 വർഷം കൊണ്ട് 229% ആണ് കൂടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നിഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് വെറും 5% മാത്രമാണ് കൂടിയിട്ടുള്ളൂ. 3 വർഷമായിട്ട് വെറും 42% മാത്രമാണ് കൂടിയിട്ടുള്ളൂ. 5 വർഷത്തെയും 10 ഇയർ ടൈം ഫ്രെയിമിലും വളരെ ചെറുതായിട്ട് ഏകദേശം S&P 500ന്റെ അത്ര പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി
ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഈ INRന്റെ ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തുകൊണ്ട് അബ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ ഡോളർ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി, S&Pയെയും നാസ്ഡാക്കിനെയും വളരെ വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ കഴിഞ്ഞ ഒരു വർഷം മുന്നേ INRന്റെ വാല്യൂ 84.92 ആയിരുന്നു. 3 വർഷം മുന്നേ 82.73 ആയിരുന്നു. 5 വർഷം മുന്നേ 73.6 ആയിരുന്നു. 10 ഇയർ മുന്നേ 66.41 ആയിരുന്നു അല്ലെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 91ലാണ് USD INR ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ഈ ഇൻഡെക്സിനെ നമ്മൾ ഡോളർ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, നിഫ്റ്റിയെ നമ്മൾ ഈ ഒരു ഡോളർ ടേംസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ 91 എക്സ്ചേഞ്ച് റേറ്റിൽ 284ആണ്. 1 ഇയർ മുന്നേ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 290ആണ്. 82.73 3 വർഷം മുന്നേ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 221ആണ്. 10 വർഷം മുന്നത്തെ ഡോളറൈസ്ഡ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ വാല്യൂ 117ആണ് അല്ലേ. ഇനി ഇതേ വാല്യൂ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ ടേബിളിൽ വളരെ വലിയ രീതിയിൽ നിഫ്റ്റി, S&P 500നെയും നാസ്ഡാക്കിനെയും വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 10 വർഷം കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിഫ്റ്റി എന്നുള്ള ഇൻഡെക്സ് വെറും 144% മാത്രമാണ് കൂടിയിട്ടുള്ളൂ. അതേസമയം S&P 500 കൂടിയിരിക്കുന്നത് 229% ആണ്. നാസ്ഡാക്ക് കൂടിയിരിക്കുന്നത് ഏകദേശം 4 ഇരട്ടി 437% ആണ് എന്നുള്ളതാണ്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നാസ്ഡാക്ക് കഴിഞ്ഞ 1 ഇയർ CAGR എന്ന് പറയുന്നത് 13%, 3 ഇയർ CAGR 31%, 5 വർഷത്തെ CAGR 14%, 10 ഇയർ CAGR 18% അല്ല. നിഫ്റ്റിയുടെ CAGR നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 1 ഇയർ 5%, കഴിഞ്ഞ 3 വർഷത്തെ, 5 വർഷത്തെ, 10 വർഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12-13% നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ അധികം സോഷ്യൽ മീഡിയയിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഈ ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അല്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേൺ ഒരു 12-13% ആണ് എന്നുള്ളത്. പക്ഷേ NRIസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന NRIസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതേ വാല്യൂ ഡോളർ INR ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തുകൊണ്ട് മൈനസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വലിയ രീതിയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി വലിയ രീതിയിലാണ് S&P 500നെയും നാസ്ഡാക്കിനെയും അണ്ടർ പെർഫോം ചെയ്യുന്നത്. സോ നമ്മളിവിടെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈ ഒരു INR ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും S&P 500ഉം നാസ്ഡാക്കും എല്ലാം ഏകദേശം 13, 14, 18% ഒക്കെ ഉള്ള സമയത്ത് നിഫ്റ്റിയുടെ ഡോളർ ടേംസിലുള്ള കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെറും 9% മാത്രമാണ് ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം S&P 500 ആണെന്നുണ്ടെങ്കിൽ 13% ആണ്, നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിൽ 18% ആണ്. അതായത് നിഫ്റ്റിയുടെ ഡബിൾ ആണ് നാസ്ഡാക്കിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. കാരണം എന്താണ്? നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ആയിട്ട് INRൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്നത് 7.16% ആണ്. 3 ഇയർ ആയിട്ട് 10%, 5 ഇയർ ആയിട്ട് 23%, 10 ഇയർ ആയിട്ട് 37% ആണ് ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഡോളറായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള NRIസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരിക്കലും ഇന്ത്യയിലുള്ള ആളുകൾ പറയുന്ന INR ടേംസിലുള്ള ഗ്രോത്ത് റേറ്റും റിട്ടേണും കാര്യങ്ങളും അല്ല നമ്മൾ കണക്കിൽ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും INRുമായിട്ട് ഇന്ത്യൻ രൂപ എത്രമാത്രം ഡോളറുമായിട്ട് ഡിപ്രീഷിയേറ്റ് ആവുന്നു ആ ഒരു ഡിപ്രീസിയേഷനും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. സോ കഴിഞ്ഞ 10 വർഷമായിട്ട് ദുബായിലുള്ള 3 NRI ആയിട്ടുള്ള ആളുകൾ. സോ ഇമാജിൻ 3 ആളുകൾ, അതിൽ ഒരാൾ അമേരിക്കയിലെ നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ വേറൊരാൾ അമേരിക്കയിലെ S&Pയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതേസമയം വേറൊരാൾ ഈ ക്യാഷ് എല്ലാം ഇന്ത്യയിലോട്ട് അയച്ചിട്ട് ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ ഞാനിവിടെ എക്സ്പ്ലനേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ 3 ഇൻഡെക്സിൻ്റെ ETF ആണ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ETFകളാണ്. സോ നാസ്ഡാക്കിൻ്റെ ETF ആണ് QQQ എന്ന് പറയുന്ന ഇൻവെസ്കോ QQQ ETF. സോ അതിൻ്റെ ഇപ്പം നിലവിലുള്ള വാല്യൂ 1 ഇയർ മുന്നേ ഉള്ള വാല്യൂ, 3 വർഷം മുന്നേ, 5 വർഷം മുന്നേ, 10 വർഷം മുന്നേ ഉള്ള വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. SPY എന്നുള്ള S&P 500ൻ്റെ ETF-ൻ്റെ ഇപ്പം നിലവിലുള്ള വാല്യൂ $681. 1 ഇയർ മുന്നേ, 3 വർഷം മുന്നേ, 5 വർഷം മുന്നേ, 10 വർഷം മുന്നേ. അതേപോലെ തന്നെ
നിഫ്റ്റി നിഫ്റ്റി 50യുടെ ETF ആണ് നിഫ്റ്റി ബീസ്. സോ നിഫ്റ്റി ബീസിൻ്റെ ഇപ്പോൾ നിലവിലുള്ള വാല്യൂ 293, 1 ഇയർ മുന്നേ 275, 3 വർഷം മുന്നേ 200, 5 വർഷം മുന്നേ 147, 10 വർഷം മുന്നേ 77. ഇതെല്ലാം INRലുള്ള വാല്യൂസ് ആണ്. ഞാൻ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യാതെ, അതായത് INR ഡിപ്രിസിയേഷൻ കണക്കിലെടുക്കാതെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയൊരു ഡിഫറൻസ് ആണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഡിഫറൻസ് എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10,000 ദിർഹംസ്. ഇമാജിൻ 10 വർഷം മുന്നേ 3 ആളുകൾ 10,000 ദിർഹംസ്, ഒരാൾ S&Pയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരാൾ നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരാൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 10 വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ നിങ്ങൾക്കിവിടെ ഏറ്റവും അവസാനം ഇവിടെ കാണാൻ സാധിക്കും. അത് QQQലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ INR വാല്യൂവിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 13,61,994 രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ 10,000 ദിർഹംസ് 10 വർഷം മുന്നേ S&P 500 ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ ഏകദേശം 8,42,809 രൂപ ആയിട്ടുണ്ടാവും. അതേസമയം 10 വർഷം മുന്നേ ഈ 10,000 ദിർഹംസ് മൂന്നാമത്തെ ആൾ ഇന്ത്യയിലോട്ട് അയക്കുമ്പോൾ 10 വർഷം മുന്നുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 18.1 അല്ലേ, AED INR. അപ്പോൾ 10 വർഷം മുന്നേ ഈ ക്യാഷ് ഇന്ത്യയിലോട്ട് അയച്ച് നിഫ്റ്റി ബേസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് അയാളുടെ പോർട്ട്ഫോളിയോ വാല്യൂ 6,88,270 ആയിട്ടുണ്ടാവും. 5 വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ QQQലാണെന്നുണ്ടെങ്കിൽ 4,87,000, S&P 500ലാണെന്നുണ്ടെങ്കിൽ 3,56,000, 4,56,000, നിഫ്റ്റി ബീസിലാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ. ഇതേപോലെ തന്നെ 3 വർഷത്തെ റിട്ടേൺ, 1 വർഷത്തെ റിട്ടേൺ എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും INR ടേംസിൽ വളരെ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന റിട്ടേൺ വളരെ കുറവാണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ലോങ് ടേം ആയിട്ട് INR US ഡോളറുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ NRI ആയിട്ടുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു INR ഡിപ്രീസിയേഷനും കൂടി കണക്കിലെടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളൊന്നും ഗ്ലോബലി ഉള്ള US ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ ഈവൻ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഇത്രയും വലിയ രീതിയിലാണ് അണ്ടർ പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതേ ഒരു കാര്യം നമ്മൾ UAEയിലുള്ള ആളുകൾ, ഗൾഫിലുള്ള ആളുകൾ ക്യാഷ് ഇന്ത്യയിലോട്ട് അയച്ച് ഇന്ത്യൻ ബാങ്കുകളിൽ FD ഇടുമ്പോൾ ഇതിനേക്കാളും വലിയ നെഗറ്റീവ് റിട്ടേൺ ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാരം കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് NRI ആയിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് ഏൺ ചെയ്യുന്ന ക്യാഷ് ഇന്ത്യയിലോട്ട് അയച്ച് ഇന്ത്യയിൽ INR ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരാണ് എന്നുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിറ്റ്കോയിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ബിറ്റ്കോയിൻ തന്നെയാണ്. പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ട് അടുത്തൊരു വർഷത്തിൻ്റെ ബിഗിനിങ്ങോട് കൂടിയിട്ട് നമ്മൾ NRIസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഗൾഫിലൊക്കെ ഉള്ള എസ്പെഷ്യലി UAEയിലൊക്കെയുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു NRI ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയും UAEയിലുള്ള ഗൾഫിലുള്ള ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് ഇപ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റിലും UAE സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ US സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിലും UAE സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിലും UAEയിലും USലും ഉള്ള മ്യൂച്വൽ ഫണ്ടുകളാണെന്നുണ്ടെങ്കിലും ഫിക്സഡ് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു NRI ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. റീസെൻ്റ് ആയിട്ട് നമ്മൾ UAEയിലുള്ള SCA, അതായത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് സെബി ഈക്വലൻ്റ് ആയിട്ടുള്ള UAEയിലെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് SCA. അപ്പോൾ SCAയുടെ ലൈസൻസ് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് NISും സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ, അതായത് റിസർച്ച് അനലിസ്റ്റ്, റിട്ടയർമെൻറ്റ് അഡ്വൈസറും അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബിറ്റ്കോയിൻ മാത്രമല്ല, ഇപ്പോൾ ബിറ്റ്കോയിൻ കൂടുതലും യങ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബിറ്റ്കോയിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ NRI ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.